ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സോവറൈൻ ഗ്രീൻ ബോണ്ട്സ്, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ, അയൺ ഡോം, FPI, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ്, സെയിം സെക്സ് മാരേജ് ഇൻ ഇന്ത്യ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ബാക്കു. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോവറൈൻ ഗ്രീൻ ബോണ്ട്സിനെ കുറിച്ചാണ്. നമ്മൾ ഈ സോവറൈൻ ഗ്രീൻ ബോണ്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ പേജ് 10 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. വൈ ഹാസ് ഇന്ത്യ അലൗഡ് FIIs ടു ഇൻവെസ്റ്റ് ഇൻ ഇറ്റ്സ് ഗ്രീൻ ബോണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സോവറൈൻ ഗ്രീൻ ബോണ്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സോവറൈൻ ഗ്രീൻ ബോണ്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് ബോണ്ടുകൾ എന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബോണ്ടുകൾ എന്ന് പറയുന്നത് ബേസിക്കലി ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകളാണ് ബോണ്ടുകൾ. അതായത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റൽ ഏജൻസിക്കോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ ഒക്കെ കടമെടുക്കണമെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് കടം വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു പ്രോമിസറി നോട്ട് പോലെയാണ്. അതായത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് പോലെ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോണ്ടിനകത്ത് പറയുന്നത് ഇത്ര വർഷത്തേക്ക് ഇത്ര പണം കടം വാങ്ങിക്കുന്നു, അതിന് ഇത്ര ശതമാനം പലിശ വെച്ച് കൊടുത്തോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാകും. ആ മെച്യൂരിറ്റി പീരീഡിന്റെ സമയത്ത് ഈ ബോണ്ടിന്റെ പണം എത്രയാണെങ്കിൽ അത് മാർക്കറ്റിൽ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് കടം വാങ്ങിച്ചിട്ടുള്ളത് അവർക്ക് തിരിച്ചു കൊടുക്കണം. അത് കൂടാതെ ഈ ബോണ്ടിനകത്ത് പറഞ്ഞിട്ടുള്ള പലിശയും വർഷാവർഷം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഗ്രീൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ബോണ്ടിലൂടെ കളക്ട് ചെയ്യുന്ന പണം എക്സ്ക്ലൂസീവായിട്ട് പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകൾക്കോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകൾക്കോ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് ഗ്രീൻ ബോണ്ടുകൾ എന്ന് വിളിക്കുക. ഇപ്പോൾ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകളൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സാധാരണഗതിയിൽ ബോണ്ടിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് എൻറ്റിറ്റിക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഗ്രീൻ ബോണ്ടിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അതിനെ ഗ്രീൻ ബോണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇനി സോവറൈൻ ഗ്രീൻ ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബോണ്ടുകൾ ഈ പറയുന്ന കമ്പനികൾക്കോ അല്ലെങ്കിൽ കോർപ്പറേഷൻസിനോ അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്കോ ഒക്കെ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന കടം വാങ്ങിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സോവറൈൻ എൻറ്റിറ്റിയാണ് ഇത്തരത്തിലൊരു ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് പണം കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സോവറൈൻ ബോണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു സോവറൈൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാജ്യങ്ങളാണ്, സ്റ്റേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മാർക്കറ്റിൽ നിന്ന് ഈ ഗ്രീൻ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് പണം കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സോവറൈൻ ഗ്രീൻ ബോണ്ട് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റിനകത്ത് 2022-23 യൂണിയൻ ബഡ്ജറ്റിനകത്ത് ഈ ഗ്രീൻ ബോണ്ടുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഗ്രീൻ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ ബോണ്ടുകളിലൂടെ പണം സമാഹരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇന്ത്യൻ ഓഷൻ ഡൈപോളിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷൻ ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം, റീസെന്റ് ഇന്ത്യയുടെ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ 2024 മൺസൂൺ ജൂൺ സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് ഒരു എബോവ് നോർമൽ മൺസൂൺ, അതായത് സാധാരണഗതിയിൽ നമുക്ക് മൺസൂൺ സമയത്ത് കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതലായിരിക്കും ഈ പ്രാവശ്യം മൺസൂൺ സമയത്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2023 നമുക്കൊരു എൽനിനോ പ്രതിഭാസം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് ഈ നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ 2023 സൗത്ത് വെസ്റ്റ് മൺസൂൺ വളരെ വീക്കായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ എൽനിനോ മാറിയിട്ട് ഒരു ലാനിനയായിട്ട് മാറാൻ, നമ്മുടെ ഇന്ത്യയിൽ മഴ കൂടുതൽ കിട്ടുന്നൊരു സമയമാണത്, ലാനിനയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈ എൽനിനോ ഒക്കെ ലാനിനോ ഒക്കെ ബാധിക്കുന്നത് പോലെ തന്നെ ബാധിക്കുന്ന മറ്റൊരു കേസാണ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഓഷൻ ഡൈപോളിൻ്റെ കേസിലും ഈ പറയുന്ന ഇന്ത്യൻ ഓഷൻ ഡൈപോളും നമ്മുടെ ഇന്ത്യയിലെ മൺസൂണിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 10 അല്ലെങ്കിൽ അവരുടെ എഡിറ്റോറിയൽ പേജിനകത്തുള്ള ഒരു എഡിറ്റോറിയലിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനെ ബാധിക്കുന്ന ഒരു ക്ലൈമറ്റ് പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ ഓഷൻ ഡൈപോളിന് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഫേസും നെഗറ്റീവ് ഫേസും ഉണ്ട്. അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് ഫേസിന്റെ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഓഷന്റെ വെസ്റ്റേൺ പാർട്ടിലേക്ക്, നമ്മുടെ അറേബ്യൻ സീ ഒക്കെ ഉൾപ്പെടുന്ന വെസ്റ്റേൺ പാർട്ടിലേക്ക് വാം വാട്ടേഴ്സ് പുഷ് ചെയ്യപ്പെടുകയും അതേസമയം കോൾഡ് വാട്ടേഴ്സ് ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ റീജിയനിലേക്ക് പുഷ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ അറേബ്യൻ സീയുടെ ഒക്കെ ഭാഗത്ത് വെസ്റ്റേൺ പാർട്ടിൽ വാം വാട്ടറും ഈസ്റ്റേൺ പാർട്ടിൽ കോൾഡ് വാട്ടറും ആവുന്ന ഒരു ഫിനോമിനയാവും. അത് നെഗറ്റീവ് ഫേസ് ആവുന്ന സമയത്ത് നേരെ തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കി. ഇതിനെയാണ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഈ അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ 1 ഇസ്രായേൽ സിറിയയിലുള്ള ഇറാന്റെ ഒരു എംബസി ബിൽഡിംഗ് ഒരു വ്യോമാക്രമണത്തിലൂടെ തകർക്കുന്നത്. അത് തകർത്തു എന്ന് മാത്രമല്ല, ആ വ്യോമാക്രമണത്തിനകത്ത് ഈ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന ഇറാന്റെ ചില സീനിയർ ആയിട്ടുള്ള അവരുടെ റവല്യൂഷണറി ഗാർഡ് കോറിലുള്ള ചില കമാൻഡേഴ്സ് ഉൾപ്പെടെ
കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഫെസിലിറ്റി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ സോവറൈൻ ടെറിട്ടറി ആയിട്ടാണ് കണക്കാക്കുക. അതായത് ഇറാന്റെ ടെറിട്ടറി ആയിട്ടാണ് ഇറാന്റെ എംബസി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ 1960കളിൽ വന്നിട്ടുള്ള വിയന്ന കൺവെൻഷനൊക്കെ അനുസരിച്ച് ഇത് ക്ലിയർ വയലേഷൻ ഓഫ് ഇറാൻ സോവറൈനിറ്റി ആണ്. അതായത് ഇറാന്റെ സോവറൈനിറ്റി, ഇറാനെ കയറി ഇസ്രായേൽ ആക്രമിച്ചതിന് തുല്യമാണ് ഈ എംബസി ബിൽഡിംഗ് ആക്രമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ ഇസ്രായേലിനെതിരായിട്ട്, ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ നേരിട്ട് ഒരു ആക്രമണം കഴിഞ്ഞ ശനിയാഴ്ച ഇറാൻ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആക്രമണത്തിൽ ഏകദേശം 300-ൽ കൂടുതൽ ഈ വൺ വേ ഡ്രോൺസ് അല്ലെങ്കിൽ സൂയിസൈഡ് ഡ്രോൺസും അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്നത് ഇറാൻ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിൽ ഏകദേശം 99% ഇറാൻ ലോഞ്ച് ചെയ്തിട്ടുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും ഞങ്ങൾ ഷൂട്ട് ഡൗൺ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ തെറ്റാണ്. അതൊരു ഓവർലി പ്രൊജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നമ്പർ ആണെന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ പറയുന്ന അമേരിക്കയുടെ തന്നെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 9ഓളം മിസൈൽസ് ഇറാനിൽ പതിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 99% എന്നുള്ള കണക്ക് ഇസ്രായേലും അമേരിക്കയ്ക്ക് പുഷ് ചെയ്യുന്ന ഒരു കണക്കാണ്. അത് അത്രത്തോളം ഫാക്ച്വലി കറക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്നിരുന്നാലും ഈ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ ഒരു ആക്രമണത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ അത് പ്രതിരോധിക്കുന്നതിൽ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം, ഡിഫറെന്റ് എയർ ഡിഫൻസ് സിസ്റ്റംസിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 14 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ അയൺ ഡോമിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ അയൺ ഡോം എന്ന് പറയുന്നത് ഇസ്രായേൽ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അതായത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഇസ്രായേലിലേക്ക് വരുന്ന ആർട്ടറിയൽ ഷെല്ലുകൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ, മോർട്ടാറുകൾ ഇതിനൊക്കെ തകർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് റേഞ്ച്, ഒരു ലോ ടയർ എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം എന്ന് പറയുന്നത്. ഏറ്റവും താഴേക്കടിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം. ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പണ്ട് 2006 ലെബനാനിലെ ആംഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ ഒരു യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇവർ ഈ അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഗാസയൊക്കെ നടക്കുന്ന യുദ്ധത്തിൽ അല്ലെങ്കിൽ ഹമാസൊക്കെ ആയിട്ട് നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇതാണ്. കാരണം അവരൊക്കെ കൂടുതലായിട്ടും വളരെ ക്രൂഡായിട്ടുള്ള ഇനാക്യുറേറ്റ് ആയിട്ടുള്ള റോക്കറ്റുകളും അതുപോലെ തന്നെ ഈ ആർട്ടിലറി ഷെല്ലുകളൊക്കെയാണ് കൂടുതലും ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബാലിസ്റ്റിക് മിസൈലിനൊന്നും പ്രതിരോധിക്കാനുള്ള കേപ്പബിലിറ്റി അയൺ ഡോമിനില്ല. ഓക്കെ, അപ്പോൾ ഈ അയൺ ഡോം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് റേഞ്ച് ആയിട്ട് പറയുന്നത് 70 കിലോമീറ്റർ വരെയാണ്. ഈ 70 കിലോമീറ്റർ വരെ ദൂരത്തുള്ള ഒരു ശത്രുവിൻ്റെ റോക്കറ്റിനെ ആക്രമിച്ച് തകർക്കാൻ ഇത് കേപ്പബിൾ ആണ്. അപ്പോൾ ഈ അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റത്തിനകത്ത് 3 കോമ്പോണൻസ് ആണുള്ളത്. ഒരു ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് റഡാർ ഉണ്ട്. ഓക്കെ, ഇതാണ് ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് റഡാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് വെപ്പൺസ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇതിനെയാണ് ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് വെപ്പൺസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഒരു മിസൈൽ ലോഞ്ചറും ഉണ്ടാവും. ഓക്കെ, ഈ അയൺ ഡോം സിസ്റ്റത്തിനകത്ത് അവർ യൂസ് ചെയ്യുന്ന മിസൈലിന്റെ പേര് തമീർ എന്ന് പറയുന്ന മിസൈലാണ്. ഓക്കെ, സോ ഇതാണ് അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം കൂടാതെ ഇപ്പോൾ ഇറാനൊക്കെ നടത്തിയിട്ടുള്ള ആക്രമണത്തിനകത്ത് ഈ അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം അവർ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇസ്രായേലിന്റെ എയർ സ്പേസിലേക്ക് വന്നിട്ടുള്ള ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള മെജോറിറ്റി പ്രൊജക്ടൈൽസും ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. ഞാൻ പറഞ്ഞു ബാലിസ്റ്റിക് മിസൈൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയല്ല അയൺ ഡോം എന്ന് പറയുന്നത്. അവിടെ ഇസ്രായേൽ യൂസ് ചെയ്യുന്നത് ഡേവിഡ് സ്ലിങ്, അതുപോലെ തന്നെ ആരോ എന്നൊക്കെ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്, പക്ഷേ കുറച്ചും കൂടി ഹൈ എൻഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ്. കുറച്ചും കൂടി ഉയരം കൂടിയ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള മിസൈൽസിനൊക്കെ തകർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ് ഈ ഡേവിഡ് സ്ലിങ്ങും അതുപോലെ തന്നെ ആരോ എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ FPI ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് FPIനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഡിഫറൻറ്റ് സെക്യൂരിറ്റീസിനകത്ത് നോൺ റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഷെയറുകളാവാം, ഗവൺമെന്റ് ബോണ്ടുകളാവാം, കോർപ്പറേറ്റ് ബോണ്ടുകളാവാം, കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ആവാം, അതുപോലെ തന്നെ ബിസിനസ് ട്രസ്റ്റുകളോ അല്ലെങ്കിൽ യൂണിറ്റുകളോ ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആൾക്കാരെ വിളിക്കാറുള്ളത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി ആണ് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെബിയുടെ ഒരു സെബി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റെഗുലേഷൻസ് എന്ന് പറയുന്ന 2019 ഒരു റെഗുലേഷൻ ഉണ്ട്. നേരത്തെ 2014 ഇതേ പേരിലൊരു റെഗുലേഷൻ ഉണ്ടായിരുന്നു. അതിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു 2019 റെഗുലേഷൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റെഗുലേഷൻസ് ഒക്കെ അവർ നടത്തുന്നത്. ഓക്കെ, ഇനി അത് കൂടാതെ
ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പണമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പണത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെമ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന ഈ ഇൻകത്തിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961 ഉണ്ട്. ഇതിന് രണ്ടിനും വിധേയമാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ച് ഒരു നോൺ റെസിഡന്റ് ഇന്ത്യൻ ആയിരിക്കണം ഈ ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961 അനുസരിച്ച് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും FATFന്റെ പബ്ലിക് സ്റ്റേറ്റ്മെന്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റിസൺ ആയിരിക്കരുത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 ഒരു ആർട്ടിക്കിൾ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, റിഫോംസ് നീഡഡ് ഇൻ ദി വോട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇന്ത്യയിലെ ഇലക്ട്രൽ പ്രോസസ്സിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യ കാലഘട്ടത്തിൽ 1952 57 പൊതു തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ സെപ്പറേറ്റ് ബാലറ്റ് ബോക്സുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കാൻഡിഡേറ്റ്സിന് ഡിഫറെൻറ്റ് ബാലറ്റ് ബോക്സുകളായിരുന്നു. ഇപ്പോൾ A എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് ഒരു ബാലറ്റ് ബോക്സ് ഉണ്ടാവും, B എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് വേറൊരു ബാലറ്റ് ബോക്സ് ഉണ്ടാവും, Cക്ക് വേറൊരു ബാലറ്റ് ബോക്സ് ഉണ്ടാവും. അപ്പോൾ A എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്തിട്ട് ഈ ബാലറ്റ് ബോക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ ഡിഫറെൻറ്റ് ബാലറ്റ് ബോക്സുകളാണ് നമ്മൾ ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വളരെ എക്സ്പെൻസീവ് ആണ്, കാരണം ഓരോ ബൂത്തിലും എല്ലാ കാൻഡിഡേറ്റിനും സെപ്പറേറ്റ് ബാലറ്റ് ബോക്സുകൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ബാലറ്റ് പേപ്പറുകൾ വരുന്നത്. ബാലറ്റ് പേപ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൂത്തിനകത്ത് ഒരൊറ്റ ബാലറ്റ് ബോക്സ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കൊരു ബാലറ്റ് പേപ്പർ കിട്ടും, അതിനകത്ത് കാൻഡിഡേറ്റ്സിന്റെ പേരും ചിഹ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ABCD എന്ന് പറയുന്ന 3 ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റിന്റെ മുകളിൽ നമ്മളൊരു സീല് പതിപ്പിക്കും. എന്നിട്ട് ഈ ബാലറ്റ് പേപ്പർ എടുത്തിട്ട് ഈ ബാലറ്റ് ബോക്സിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഒരൊറ്റ ബോക്സ് മതി. ഡിഫറെൻറ്റ് ഈ പറയുന്ന പേപ്പേഴ്സിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ വോട്ട് രേഖപ്പെടുത്താം എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ബാലറ്റ് പേപ്പർ ആയിരുന്നു. അപ്പോൾ ഈ ബാലറ്റ് പേപ്പർ ഒക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ബൂത്ത് ക്യാപ്ചറിംഗ് ഒക്കെ പോലുള്ള വളരെ ഇലക്ഷൻ കറപ്റ്റ് പ്രാക്ടീസസ് അല്ലെങ്കിൽ ഒഫൻസസ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് 1982 ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ കേരളത്തിലെ പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഇലക്ഷനിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. പിന്നീട് ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ നടത്തുന്നുണ്ട്. 2001 ഒക്കെ ഒരു തുടക്കമാകുമ്പോഴേക്കും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻസ് കംപ്ലീറ്റ്ലി EVMലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീട് 2004 ലോക്സഭാ ഇലക്ഷനോട് കൂടിയിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ EVM വഴി ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ EVM ഇലക്ഷൻ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുബ്രഹ്മണ്യം സ്വാമി പണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2013 സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. അതിനകത്ത് സുപ്രീം കോടതി EVM യൂസ് ചെയ്യുന്നത് ലീഗലി വാലിഡ് ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി EVMനകത്ത് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 2019 നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ VVPATകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ട്രയൽസ് എന്ന് പറയുന്നൊരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ഏതാണെന്നുള്ളതിൻ്റെ ഒരു റെസിപ്റ്റ് ഒരു പേപ്പർ ട്രയലായിട്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്ന, അതായത് EVM മെഷീൻ്റെ തൊട്ടപ്പുറത്തുള്ള VVPAT മെഷീനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വോട്ട് കറക്റ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ വോട്ടർക്ക് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുകയും ഇത് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ EVMൻ്റെ ചില അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഈ ബൂത്ത് ക്യാപ്ചറിങ് പോലുള്ള കാര്യങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. ഇൻവാലിഡ് വോട്ട്സിനെ കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. നേരത്തെ ഈ പറഞ്ഞ ബാലറ്റ് പേപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം തർക്കങ്ങൾക്ക് കാരണം വരുന്നൊരു കാര്യമാണ് ഈ ഇൻവാലിഡ് വോട്ട്സിൻ്റെ കേസ് എന്ന് പറയുന്നത്. EVM കുറച്ചും കൂടി ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അത് ഈസിയാക്കി മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പേപ്പർ ഉപയോഗം കുറച്ചതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലിയാണ് EVMs എന്ന് പറയാം, എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. കാരണം അല്ലെങ്കിൽ കോടിക്കണക്കിന് പേപ്പറുകൾ ആവശ്യമാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു ഇലക്ഷൻ നടത്തണമെങ്കിൽ. കാരണം 90 കോടിയിൽ കൂടുതലാണ് ഇന്ത്യയിലെ വോട്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. അത് വേണ്ടാതാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയധികം പേപ്പേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണ്. ഇലക്ഷൻ മിഷനറി കുറച്ചും കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യും, കുറച്ചും കൂടി ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ EVM ഒരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആണ്. ഇതൊരു എക്സ്റ്റേണൽ നെറ്റ്വർക്കുമായിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സുമായിട്ടോ കണക്റ്റഡ് അല്ല, ഈവൻ ഒരു പവർ സോഴ്സുമായിട്ട് പോലും കണക്റ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ EVMനെ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ ടാമ്പർ ചെയ്യുക എന്നുള്ളത്
അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ടാമ്പറിംഗ് പ്രൂഫാണ്, ഹാക്കിംഗ് പ്രൂഫാണെന്നൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കൺസേൺസ് അല്ലെങ്കിൽ പരാതികൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, EVM കംപ്ലീറ്റ്ലി ടാമ്പറിംഗ് പ്രൂഫ് അല്ല എന്നുള്ളൊരു ആരോപണം എല്ലാ കാലത്തും ഇന്ത്യയിലെ ഡിഫറെൻറ്റ് പാർട്ടീസ് ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഇത് BJP ഉന്നയിച്ചിട്ടുണ്ട്, BJP ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൾണറബിൾ ടു ഹാക്കിംഗ് ആണ് അല്ലെങ്കിൽ ടാമ്പറിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ EVMന്റെ മുകളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത, ഒരു വിഭാഗം ജനങ്ങൾക്കെങ്കിലുള്ള വിശ്വാസ്യത ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് EVMനെതിരായിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ട്രയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെങ്കിലും ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്നത്, അതായത് ഈ VVPAT-ലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഈ റെസിപ്റ്റുകൾ മുഴുവനായിട്ട് EVMലുള്ള വോട്ടുകളുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ സുതാര്യമായിട്ടല്ല, അല്ലെങ്കിൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല നടക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാ റെസിപ്റ്റുകളും എല്ലാ VVPAT-കളും EVMലെ വോട്ടുകളും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാറില്ല. കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ട്, ഒരു സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് അത് മാത്രമാണ് ചെക്ക് ചെയ്യാറുള്ളത്. ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ബൂത്തുകളുടേത് മാത്രമാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക്കാലിറ്റിയിലൊക്കെ വലിയ രീതിയിൽ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ചില ആസ്പെക്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള മറ്റൊരു കേസിനകത്ത് പറയുന്നത് ഈ VVPAT-ലൂടെ കളക്ട് ചെയ്യുന്ന എൻറ്റയർ റെസിപ്റ്റുകൾ അല്ലെങ്കിൽ മൊത്തം VVPAT-കളും ഈ EVMൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടുകളായിട്ട് ക്രോസ് മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കൺസേൺസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സെയിം സെക്സ് മാരേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം, ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റോക്കകത്ത് ഈ സെയിം സെക്സ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള അവരുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നും അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഇന്ത്യയിൽ ഈ സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്നത് പ്രസന്റ്ലി ലീഗലായിട്ടുള്ള ഒരു സംഗതിയല്ല. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട കേസുകളൊന്നും അറിഞ്ഞിരിക്കുക. ഇത് നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം സുപ്രീം കോടതി 2023 ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിധി പറഞ്ഞ സമയത്ത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടി മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഈ പറയുന്ന സെയിം സെക്സ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട കേസാണ് ഷെഫിൻ ജഹാൻ വേഴ്സസ് അശോകൻ KM ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസ്, 2018 കേസ്. അപ്പോൾ ഈ കേസിനകത്ത് സുപ്രീം കോടതി നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾ 16 റെഫർ ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിസ് പുട്ടറാമി കേസിനൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. റൈറ്റ് ടു മാരി എ പേഴ്സൺ ഓഫ് വൺസ് ചോയ്സ്, അതായത് ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളത് ആർട്ടിക്കിൾ 21 കീഴിലുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 16 അനുസരിച്ച് ആളുകളുടെ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെൻറ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിൽ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണെന്നും പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് 2018 നവജേത് സിംഗ് ജോഹർ ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസാണ്. ഈ കേസിനകത്താണ് സുപ്രീം കോടതി നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെയും പോലെ തന്നെ ഈ LGBTQ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾക്കും എല്ലാ തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു മാരിയും ഉണ്ടെന്നുള്ളൊരു ഇംപ്ലിക്കേഷൻ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഈ കോഹാബിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, ഒരുമിച്ച് ജീവിക്കുന്ന പോലുള്ള ലിവിങ് ടുഗെദർ പോലുള്ള കാര്യങ്ങൾക്ക് ഇവർക്കും അവകാശം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഈ ഒരു കേസിന്റെ വിധിക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 2023 വന്നിട്ടുണ്ടായിരുന്ന ഈ സുപ്രിയോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, അതാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള കേസ്. ആ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞത് നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് സെയിം സെക്സ് മാരേജിനുള്ള പ്രൊവിഷൻ അതിനകത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ചൊരു സ്പ്ലിറ്റ് ആയിട്ടുള്ള വേർഡിക്റ്റ് ആയിരുന്നു. ഒരു 5 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ് അതിന്റെ വിധി പറയുന്നത്. അതിനകത്ത് 3 പേര് സെയിം സെക്സ് മാരേജിന് ഇന്ത്യയിൽ നിലവിൽ ലീഗൽ വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട്. 2 പേര് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഡിസെൻഡിങ് നോട്ട് എഴുതുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കേസുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ സെയിം സെക്സ് മാരേജിനെ ഫേവർ ചെയ്തുകൊണ്ട് അത് ലീഗലൈസ് ചെയ്യണം എന്ന് പറയാൻ പറ്റുന്ന ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയാം. കാരണം ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. രണ്ടാമത്തത് ഈക്വൽ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ അണ്ടർ ദി ലോ എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെയും പോലെ തന്നെ, അതായത് അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാ ആളുകളെയും പോലെ ഈ സെയിം സെക്സ് മാരേജിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കാൻ, അത്തരത്തിലൊരു ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവകാശം കൊടുക്കണം, അല്ലെങ്കിൽ നിയമപരിരക്ഷ കൊടുക്കണം എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ഈ ജെൻഡറിനൊന്നും കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതൊരു അബ്സല്യൂട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല. ഓക്കെ, കുറച്ചും കൂടി ഒരു
ആളുകളുടെ അനാട്ടോമിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്നൊരു കൺസെപ്റ്റ് അല്ല ജെൻഡർ എന്ന് പറയുന്നത് മാറാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ ഒരു കേസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ ഇസ് നോ ഫിക്സ്ഡ് ഡെഫിനിഷൻ ഓഫ് മാൻ ഓർ എ വുമൺ എന്ന് പറയുന്നത്. ഒരു പുരുഷനെന്നോ സ്ത്രീ എന്ന് പറയാൻ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ കൊടുക്കൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇനി ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന സെയിം സെക്സ് മാരേജിനെ ലീഗലൈസ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ലീഗൽ ഇഷ്യൂസ് ആണ്. അതായത് ഈ പറയുന്ന സെയിം സെക്സ് മാരേജ് അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ്, ടാക്സേഷൻ, പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലീഗൽ ഇഷ്യൂസ് ഉണ്ട്, അതെന്താവും എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന കേസിൽ അത് ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അത് ഇത്തരത്തിലുള്ള കുട്ടികളുടെ കേസിൽ അവർക്ക് സോഷ്യൽ പ്രിജുഡൈസും ഡിസ്ക്രിമിനേഷനൊക്കെ ഫേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതായത് അവരെ സൈക്കോളജിക്കലി ഇമോഷണലി ഒക്കെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ബിലീഫ്സ് ആണ് മറ്റൊരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് അസർബൈജാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാക്കു ആണ്. ഓക്കെ, സോ ഈ ബാക്കു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അസർബൈജാന്റെ ക്യാപിറ്റലാണ്. ഈ ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ അസർബൈജാനിലെ തന്നെ ഏറ്റവും വലിയ സിറ്റിയും അവരുടെ ക്യാപിറ്റലും ആണത്. കാസ്പിയൻ സീയുടെ ഷോറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ ലോകത്തിൽ ഇത്തരത്തിൽ സമുദ്രനിരപ്പിന്റെ താഴെ കിടക്കുന്ന ഒരേ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലോവസ്റ്റ് ലേയിങ് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് ബാക്കു ആണ്. ഇത്തരത്തിൽ സമുദ്രനിരപ്പിന്റെ താഴെ കിടക്കുന്ന ഏറ്റവും വലിയ സിറ്റിയും ബാക്കു ആണ്. ഇനി ഇവർ കിടക്കുന്നത് ഈ കാസ്പിയൻ സീയുടെ ഭാഗമായിട്ടുള്ള ഒരു അബ്ഷറോൺ പെനിൻസുല എന്ന് പറയുന്ന ഒരു പെനിൻസുല ഉണ്ട്. ഈ പെനിൻസുലയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ആ പെനിൻസുലയുടെ ഭാഗത്തായിട്ടാണ് ഈ ബാക്കു കിടക്കുന്നത്. ഈ ഒരു പ്രദേശത്തിന്, ഈ പെനിൻസുലയുടെ ഭാഗത്ത് കിടക്കുന്ന ഈ ഒരു വാട്ടർ ബോഡി അറിയപ്പെടുന്നത് ബേ ഓഫ് ബാക്കു എന്നാണ്. അതിന്റെ സൈഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.